ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണക്കാർക്ക് തിരിച്ചു നൽകാൻ വിസമ്മതിച്ച സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ ഇന്നുച്ചയ്ക്കുള്ളിൽ കുടിശ്ശിക തന്നു തീർക്കാമെന്നായിരുന്നു വിതരണക്കാരുടെ ആവശ്യം. ഈ സമയപരിധി കഴിഞ്ഞിട്ടും കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ മെഡിക്കൽ കോളേജുകളിൽ എത്തിയത്. ഇന്ന് രാത്രി യോഗം ചേർന്ന വിതരണക്കാർ അന്തിമ തീരുമാനത്തിലെത്തും. 100 കോടി രൂപയിലേറെയാണ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ളത്. നമുക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ജൂൺ വരെയുള്ള പേയ്മെൻറ്റ് 158.6 കോടിയായിരുന്നു നമുക്ക് കിട്ടാനിരുന്നത്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ഒരു 26-27 കോടിയോളം നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യം 2025 മാർച്ച് 31 വരെയുള്ള പേയ്മെൻറ്റ് തന്നാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാർച്ച് 2025 വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ റീപ്ലേസ് ചെയ്യാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെപ്റ്റംബർ മാസം നമ്മൾ ലെറ്റർ കൊടുത്തു, ഓഗസ്റ്റ് മാസം ലെറ്റർ കൊടുത്തു. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ സമരം തുടങ്ങി. സെപ്റ്റംബർ 25 വരെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് സെപ്റ്റംബർ 20 നമ്മൾ ലെറ്റർ കൊടുത്തു. ഒക്ടോബർ 5 നമ്മൾ സ്റ്റോക്ക് വിഡ്രോയിന് ലെറ്റർ കൊടുത്തിരുന്നു. ഒക്ടോബർ 3 DMEയുടെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. DME പോസിറ്റീവായിട്ട് 10 ദിവസത്തിനുള്ള പേയ്മെൻറ്റ് തരുന്ന ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് അതിനുശേഷം നമ്മൾ പറഞ്ഞ രീതിയിൽ മാർച്ച് 2000 പേയ്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ 21 സ്റ്റോക്ക് റിട്ടേൺ ചെയ്യാനുള്ള തീരുമാനമെടുത്തത്. അല്ല, നമുക്ക് DMEൻ്റെ അടുത്ത് അല്ലാതെ വേറെ ഉറപ്പുകളൊന്നും വന്നില്ല. DMEൻ്റെ അടുത്ത് നമുക്ക് ഉറപ്പ് കിട്ടിയിരുന്നു പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുന്നുള്ളത്. വേറെ ഉറപ്പൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് നമ്മളിപ്പോഴും ഇന്നിപ്പം ഒക്ടോബർ മാസമാണ്. നമ്മൾ സെപ്റ്റംബർ 30 വരെയുള്ള പേയ്മെൻറ്റ് അല്ല ചോദിക്കുന്നത്. നമ്മളിപ്പോഴും ചോദിക്കുന്നത് 2025 മാർച്ച് 31 വരെയുള്ള പേയ്മെൻ്റ് എങ്കിലും തന്നാൽ മാത്രമേ പാരൻറ്റ് കമ്പനി നമുക്ക് നെക്സ്റ്റ് ഈ റീപ്ലേസ് ചെയ്യാനുള്ള സ്റ്റോക്ക് പാരൻറ്റ് കമ്പനിയിൽ നിന്ന് കിട്ടണ്ടേ. ആ പാരൻറ്റ് സ്റ്റോക്ക് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മാർച്ച് വരെയുള്ള പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20-21 മാസമായിട്ട് നമ്മൾ ചെയ്യേണ്ട എക്സ്പെൻസ്, നമ്മൾ സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, നമ്മൾ GST നെക്സ്റ്റ് മന്ത് അടയ്ക്കണം. ഇത്രയും എമൗണ്ട് ഞങ്ങൾ വീണ്ടും അടച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പേയ്മെൻറ്റ് 21-22 മാസമായി നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും? ഇത്തരത്തിലാണെങ്കിൽ നമ്മളെ സംഘടന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ക്ലോസ് ഡൗൺ ചെയ്യേണ്ട ഭീമമായ നഷ്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് 21 മാസമായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും? തിരുവനന്തപുരത്ത് നിന്ന് സനസയും കോഴിക്കോട് നിന്ന് ഗോപികയും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ആദ്യം സനസയിലേക്ക്. സനസ, ഇന്ന് എപ്പോഴാണ് ചർച്ച നടക്കുന്നത്? പ്രധാനപ്പെട്ടും സനസയും ആ പ്രതികരണം കേട്ടല്ലോ. ഈ വിതരണക്കാരുടെ സംഘടനയുടെ പ്രതിനിധിയാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് 2025 മാർച്ച് വരെയുള്ള ആ ഒരു കുടിശ്ശികയെങ്കിലും നൽകണം, എങ്കിൽ മാത്രമേ ഈ പേരന്റ് കമ്പനി ഇവർക്ക് ഉപകരണങ്ങൾ നൽകുകയുള്ളൂ. അതെങ്കിലും നൽകണമെന്നാണ് ഇവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. സർക്കാരിൻ്റെ ഒരു നിലപാട് എന്തായിരിക്കും ഇക്കാര്യത്തിൽ? മറ്റൊന്ന്, ഈ പല സ്ഥലത്തും കാത്ത് ലാബുകളിലും ഈ ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് പോകാൻ ഈ വിതരണക്കാരുടെ സംഘടനകൾ തീരുമാനമെടുത്തു. അവർ ചെല്ലുകയും പലയിടത്തും അത് കൊടുക്കാൻ തയ്യാറാകുകയും ചെയ്തിട്ടില്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് തിരുവനന്തപുരത്ത് നിന്നും? അജി, ഇന്ന് 12 മണിവരെ ആയിരുന്നു ഈ കുടിശ്ശിക തീർക്കാനുള്ള സമയം ഈ വിതരണക്കാർ ഈ 4 മെഡിക്കൽ കോളേജുകളിലും നൽകിയിരുന്നത്. 4 ഇടങ്ങളിൽ നിന്നാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ ഈ സംഘടന തീരുമാനിച്ചത്. ഇത്തരത്തിൽ കോഴിക്കോട്, തിരുവനന്തപുരം, കോട്ടയം, അതുപോലെ തന്നെ എറണാകുളത്തെ ജനറൽ ആശുപത്രികളിൽ നിന്ന് ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്നായിരുന്നു. 2024 മെയ് മുതലുള്ള 158 കോടിയിൽ 28 കോടി രൂപ മാത്രമാണ് ഈ വിതരണക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഇന്ന് ഇവിടെ തിരുവനന്തപുരത്ത് ഇവർ വിതരണക്കാരും ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ് അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ സൂപ്രണ്ട് ഇവർക്ക് മുൻഗണന അനുസരിച്ച് പണം ലഭിക്കുന്ന മുറയ്ക്ക് ആദ്യം തന്നെ ഇവരുടെ പണം കൊടുത്തു നൽകുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് 8 മണിയോടെ ഇവരുടെ ഒരു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. ആ മീറ്റിംഗിൽ ഒരു 8 മണിയോടെ 7:30 ഈ മീറ്റിംഗ് തുടങ്ങും. ഒരു 8 മണിയോടെ ഒരു തീരുമാനത്തിലെത്തും. അടുത്ത നീക്കം എന്തായിരിക്കണം എന്ന ഒരു തീരുമാനത്തിലെത്തുമെന്നാണ് ഈ വിതരണക്കാർ നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിൽ ഈ 158 കോടിയുടെ കുടിശ്ശികയാണ്, 16 മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയായിട്ടുള്ളത്. ഇത് ലഭിക്കാത്ത പക്ഷം ഇവർക്ക് പുതിയ സ്റ്റോക്കുകൾ എടുക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ പഴയ സ്റ്റോക്കുകൾ ആശുപത്രിയിൽ തുടരുകയാണെങ്കിൽ മാത്രമേ ചികിത്സ ആശുപത്രികളിൽ നടക്കൂ. സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഇത്തരം മെഡിക്കൽ കോളേജുകളെയാണ്. അവിടെ നിന്ന് ഈ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, അതുപോലെ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്ന ഉപകരണങ്ങൾ എടുത്താൽ രോഗികളും അതുപോലെ ആശുപത്രി അധികൃതരും ഒരേപോലെ പ്രതിസന്ധിയിലാവും. എന്നാൽ ഈ 16 മാസത്തെ കുടിശ്ശിക ലഭിക്കാതെ അടുത്ത പുതിയ സ്റ്റോക്ക് എടുക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് വിതരണക്കാരും ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന് മാത്രമേ ഇതിലൊരു ഇടപെടൽ നടത്താനാവൂ. എന്നാൽ സൗജന്യമായി ചികിത്സ നടത്തിയത് കൊണ്ട് തന്നെ ഈ ഇത്തരം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എന്ന് പറയാൻ